എനിക്കൊന്നിനും നേരം കിട്ടുന്നില്ല, ഒന്നിനും സമയമില്ല, ഏത് നേരം പണി പണി പണി, തലവേദന എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സുകൾ പറയാനുണ്ട്. ഒരു 10-15 പോയിന്റ്സ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ഇല്ല എന്ന് പറയുന്നൊരു പരിപാടി ഇനി നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട പണി, നിങ്ങളുടെ ജോലിനെ നിങ്ങളൊരു 4 ആക്കി തിരിക്കുക, അതിൻ്റെ പ്രയോറിറ്റി വെച്ചിട്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നെയ്തർ അർജൻറ്റ് നോർ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ 4 ആക്കി തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഏതിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഏതിനാണ് ഏറ്റവും കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തരംതിരിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതിനാണോ ആ വർക്കാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഏറ്റവും ലെസ് പ്രയോറിറ്റി ഏതിനാണോ വരുന്നത് ആ വർക്കാണ് നിങ്ങൾ ലാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട വർക്കുകൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അത് ജോലി എന്നുള്ള അർത്ഥത്തിലല്ല, ഏത് തരം വർക്കായാലും ശരി. വീട്ടിലേക്ക് സാധനം വാങ്ങിക്കൊണ്ടിരുന്ന മീൻ വാങ്ങുന്ന പരിപാടിയാണെങ്കിലും ശരി, ആ ഒരു പരിപാടി പ്രയോറിറ്റി വൈസ് തിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അത് മാറ്റി വെക്കേണ്ടി വരില്ല, സമയമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗോൾസ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ്. ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തൊരു പ്രശ്നം അവിടെയും വരാറുണ്ട്. അതിനെങ്ങനെ മാനേജ് ചെയ്യാം? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആയിട്ട് കിടക്കുന്ന ഒന്നാകരുത്. അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം. എപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും, എത്ര ചെയ്ത് തീർക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് അതിന് മെച്ചം ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്വാണ്ടിറ്റി, ഒരു മെഷറബിൾ ആയിരിക്കണം. ഇപ്പോൾ എത്ര വർക്ക് ചെയ്ത് തീർക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിയണത്രയും, അങ്ങനെയല്ല, ഇത്രയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ തന്നെ അങ്ങ് സെറ്റ് ചെയ്യുക. ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ അത് മെഷറബിൾ ആയിരിക്കണം. നേടിയെടുക്കേണ്ടത് എത്ര എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം, നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ എനിക്കിപ്പോൾ നാളെ മുതൽ അംബാനിയെ പോലെ ആകണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഗോളേ അല്ല. കാരണം എന്താ, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഗോളാണ്, അല്ലെങ്കിൽ അതൊരു ഗോളല്ല, അത് നിങ്ങളുടെ ഒരു ലക്ഷ്യമേ അല്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റെലവൻ്റ് ആയിരിക്കണം, ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു ചിത്രകാരൻ എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു പാട്ടുകാരനാവുക എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന് എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ ഒരു പാട്ടുകാരനാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാർ, പിന്നെ കുറേ സ്റ്റാർ സിംഗറിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുറേ പാട്ടുകാർ, അങ്ങനെ ഒരുപാട് പേരുള്ള ഈ സ്ഥലത്ത്, ഈ ഒരു ക്രൗഡിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മുൻനിരയിലേക്ക് വരാൻ പറ്റുമോ? സോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റെലവൻ്റ് ആണോ എന്ന് നോക്കണം. പിന്നെ അതിനെ ടൈം ബൗണ്ടഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. എപ്പോഴോ സാധിച്ചെടുക്കുക എന്നുള്ളതല്ല. ഒരു ലക്ഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് സാധിച്ചെടുക്കണം. 1 വർഷം, 2 വർഷം, അല്ലെങ്കിൽ 5 വർഷം, ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും പലതിനും. കാരണം ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റത് അങ്ങനെയല്ല, കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അടുക്കും ചിട്ടയും ഇല്ലാത്ത റൂമിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ കാണുന്നത്? അതുപോലെ ഇരിക്കും നമ്മുടെ അവസ്ഥ. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കും, കാരണം അടുക്കും ചിട്ടയില്ല. സോ ലക്ഷ്യങ്ങൾ ഈ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം അലോക്കേഷനാണ്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇത്ര ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുക. ആ സമയത്ത് കൂടുതൽ ആ ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കരുത്. എത്ര ചിലവഴിക്കണം എന്നുള്ളത് ആദ്യമേ നമ്മളങ്ങ് ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ നിൽക്കും, അതിനകത്ത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയം കൃത്യമായിട്ട് സൂപ്പറായിട്ട് വിനിയോഗിക്കാൻ പറ്റും. നാലാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറോളം, അതായത് ഒരു 10-25 മിനിറ്റ് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഉണർവോട് കൂടി അടുത്ത സെക്കൻഡ് ടൈം ആ ഒരു 25 മിനിറ്റ് ഉഷാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എഗെയിൻ 5 മിനിറ്റ് പിന്നെ റെസ്റ്റ് എടുക്കുക, എഗെയിൻ പിന്നെ നമുക്ക് ആ 25 മിനിറ്റ് പിന്നീട് സൂപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഇൻ്റർവെൽ പാറ്റേൺ ഫോളോ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റാണ്. നാളേക്ക് എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്ത് തീർക്കാനുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്തൊക്കെ വർക്ക് ചെയ്യണം, മെയിൽ നോക്കണോ, സോഷ്യൽ മീഡിയ നോക്കണോ, ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കണോ, അതിന് എത്ര സമയം വേണം, ഏകദേശം നമ്മൾ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുക. ഒരു ലിസ്റ്റ്, ടൈം ടേബിളല്ല ലിസ്റ്റ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ്. ടൈം നമ്മൾ ആദ്യം പറഞ്ഞു, ഇനി ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആറാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബാച്ച് വർക്കാണ്. അതായത് ഒരേ കാറ്റഗറിയിലുള്ള വർക്കാണെങ്കിൽ അത് ഒന്നിച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ അത് ഒന്നിച്ച് ചെയ്യാൻ നോക്കുക. അതല്ല ഫിസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതൊരു സെറ്റായിട്ട് ഒരു ബാച്ചായിട്ട് ഒറ്റയടിക്ക് അത് ചെയ്ത് തീർക്കാൻ നോക്കുക. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും.
അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് മീൻ വാങ്ങുന്ന സ്ഥലത്തേക്കാണ് പോകണം വെച്ചാൽ ആ ഭാഗത്ത് നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും. പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകണം വെച്ചാൽ അവിടെ നിന്ന് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങും. പലചരക്ക് കടയിലേക്ക് കയറണം വെച്ചാൽ അവിടെ നിന്ന് വാങ്ങേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങും അല്ലേ. എന്ന് പറയുന്ന പോലെ ബാച്ചായിട്ട് തിരിക്കുക. ഏതൊക്കെ ഒരേ കാറ്റഗറി വരുന്നുണ്ടോ അത് ഒന്നിച്ചങ്ങോട്ട് ചെയ്യുക. കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഇത് വർക്കിലും പ്രൊഫഷനിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് 2 മിനിറ്റിൻ്റെ റൂളാണ്. 2 മിനിറ്റ് റൂൾ. അതായത് 2 മിനിറ്റും കൊണ്ട് നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെല്ലാം വർക്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റും ഉടനെ അതങ്ങ് ചെയ്ത് തീർക്കുക. അത് പിന്നെ മാറ്റി വയ്ക്കാൻ നിൽക്കരുത്. നാളേക്ക് ചെയ്യാം, ആ പരിപാടിക്ക് നിൽക്കരുത്. ഇന്ന് കഴിയോ ടപ്പേന്ന് തീർത്തോണം. കാരണം 2 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. 9ാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ലേൺ ടു സേ നോ. അതായത് നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് വേറെ ഒരാൾ എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോ പറയാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചാർട്ട് ചെയ്തിരിക്കുക നാളത്തെ നിങ്ങളുടെ പ്രോഗ്രാംസ്. അതിനിടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് പറയാം നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ, പോകരുത്. നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ, പോകരുത്. പിന്നെ എപ്പോൾ പോകണം അതിന് സമയം നിങ്ങൾ അലോട്ട് ചെയ്യണം. നാളെ പോകാട്ടോ, അല്ലെങ്കിൽ നമുക്ക് സൺഡേ പോകാട്ടോ, അല്ലെങ്കിൽ നമുക്കിന്ന് ഈവനിങ് ഇന്ന സമയം കഴിഞ്ഞതിന് ശേഷം പോകാട്ടോ, കാരണം ഞാനപ്പോൾ ഫ്രീ ആയിരിക്കും. സോ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രയോറിറ്റി കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാവൂ. സോ നോ പറയേണ്ടടുത്ത് നിങ്ങൾ നോ പറയാൻ പഠിച്ചിരിക്കണം. 10ാമത്തെ ടിപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഡെലിക്കേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന് മാത്രമുള്ളൊരു ടൈം ഇല്ല, അത്രയും ഹെവി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഡെലിഗേറ്റ് ചെയ്യാം. മറ്റുള്ളവർക്ക് ചെയ്യാൻ കൊടുക്കാം. അവർക്ക് വരുമാനം കിട്ടുന്നൊരു പരിപാടിയാണ്. സോ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്ത് എടുപ്പിക്കാൻ പറ്റും. സോ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നത് മൊത്തം ചെയ്ത് തീർക്കണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയാറുണ്ട്. സോ അത് തന്നെ. അടുത്തത് 11ാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ ലിമിറ്റ് ചെയ്യുക. അതായത് ഫോണാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഫാമിലീസ് ആണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഏകാഗ്രത കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ വന്നിരുന്നു കൊണ്ട് വേണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാൻ. അതായത് മൊബൈൽ ഫോൺ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നേരെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അങ്ങോട്ട് ആയിരിക്കും ശ്രദ്ധ പോകുന്നുണ്ടാവുക. ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ട് ആ ഫോൺ കമത്തി വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വലിയ ശല്യം ഉണ്ടായിരിക്കില്ല. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഇതൊക്കെ നോക്കേണ്ടത്, കാണേണ്ടത്, അറിയേണ്ടത് ആ സമയത്ത് മാത്രം എടുത്ത് നോക്കുക. 12ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റിവ്യൂ ചെയ്യുക. നിങ്ങൾ ആ ഒരു ത്രൂ ഔട്ട് ദ വീക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങൾ ചുമ്മാ ടൈം കളയുകയാണോ, വേസ്റ്റ് ആക്കുകയാണോ ചെയ്തിട്ടുള്ളത്, അതോ അത് പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടോ, ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം, അനലൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ, നമ്മുടെ റൂട്ട് കറക്റ്റാണോ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടാണോ പോണത്, അതൊരു കുഴിമടിയനോ മടിയത്തിയുടെയോ പാതയിലൂടെയാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളെക്കുറിച്ചിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറച്ചൊക്കെ നല്ലതാണ്. ഓവറാവാതിരുന്നാൽ മതി. 13ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡെഡ് ലൈൻസ് ഫിക്സ് ചെയ്യുക. അതായത് ഒരു വർക്ക് ചെയ്യാൻ ഇത്ര സമയം, ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകത്തില്ല, അത് ഞാൻ തന്നെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നിങ്ങൾക്ക് തന്നെ ഒരു ഗുരുവായിട്ടോ ഒരു ഇൻസ്ട്രക്ടറായിട്ടൊക്കെ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഈസിയാണ്. നിങ്ങളുടെ മുതലാളി നിങ്ങൾ തന്നെ. സോ നിങ്ങൾ തന്നെ ഗൈഡ് ചെയ്യുക. ഈ സമയത്തിനുള്ളിൽ ഞാൻ ഈ പരിപാടി തീർത്തിരിക്കും, ഇത്രയും പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പഠിച്ചിരിക്കും, ഇത്രയും വർക്കാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ചെയ്തു തീർത്തിരിക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി വരണം. സോ ഞാനത് പോയി വരും. അതിൻ്റെ ഇടയിൽ ആരെന്നെ വിളിച്ചാലും ഫ്രണ്ട്സ് വിളിച്ചാലും ഞാൻ അവരുടെ പിന്നാലെ പോകില്ല. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈം അങ്ങ് ഫിക്സ് ചെയ്യുക. 14ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തിടുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ, അതായത് ടു ഡു ലിസ്റ്റ്, അതുപോലെ തന്നെ പ്ലാനിങ്ങുകൾ, എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്യുക. നാളെ രാവിലെ ആയിട്ട് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കരുത്. കാരണം രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ പ്രാക്ടിക്കലാണ്, എക്സിക്യൂഷനാണ്. തലേ ദിവസം രാത്രിയാണ് പ്ലാനിങ്. അങ്ങനെയുള്ളൊരു വർക്കിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ടൈം മാനേജ്മെൻറ്റ് ഒരു ഭാരിച്ച ഒരു തലവേദനയായി മാറുകയില്ല. ഏറ്റവും അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് റൂട്ടീനാണ്. നിങ്ങളുടെ ഭക്ഷണം, നല്ല രീതിയിലുള്ള ഉറക്കം, നല്ല ന്യൂട്രീഷൻ, നല്ല വ്യായാമം, നല്ല റെസ്റ്റ്, നല്ല വർക്ക്, എല്ലാം കൂടെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. എല്ലാം കൂടി നിങ്ങൾ ചെയ്ത് കഴിയണ സമയത്ത് വർക്ക് മാത്രം, പ്രൊഫഷൻ മാത്രം അധികം മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ആകരുത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, ഇതും കൂടി അതിനകത്ത് കൺസിഡർ ചെയ്തുകൊണ്ടൊരു ബാലൻസ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പോകുന്ന രീതിയിൽ വേണം നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് ബാക്കിയുള്ള സമയം മൊത്തം നിങ്ങൾ ജോലിക്കായിട്ട് സ്പെൻഡ് ചെയ്യരുത്. സമയം എല്ലാറ്റിനും വേണം. അങ്ങനെയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്കൊരു തലവേദനയാവില്ല.
ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയായിട്ട് മാറും.